LDF തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അതെ, ഗ്രാമപഞ്ചായത്തിൽ 511 386 എന്ന നിലയ്ക്ക്, ബ്ലോക്ക് പഞ്ചായത്തിൽ 92 59 എന്ന നിലയ്ക്ക്, ജില്ലാ പഞ്ചായത്ത് 77. മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ LDF ആണ് മുന്നിൽ വന്നിരിക്കുന്നത് 44 41 എന്ന നിലയ്ക്ക്. കോർപ്പറേഷൻ നേരത്തെ ഉള്ള നിലനിൽക്കുന്നു 4-2. BJPക്ക് ഗ്രാമപഞ്ചായത്ത് 15, ഒരു മുനിസിപ്പാലിറ്റി BJPക്ക് പാലക്കാട്. ഇതാണ്. ഇനി വാർഡുകളിലേക്ക് വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് പോകാം, ക്വിക്കായിട്ട്. ഒരു പക്ഷേ ഇതിൻ്റെ ഒരു മൈക്രോ അനാലിസിസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വാർഡുകളിൽ ആകെയുള്ള 15,962 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 6,389 വാർഡ് LDFന്, 5,328 വാർഡ് UDFന്, 1000-ലേറെ വാർഡുകളുടെ വ്യത്യാസം. BJP 550 ആയിരുന്നു 805 അല്ല, ചില പത്രത്തിൽ 600 തന്നെ വരുന്നുണ്ട്. നമ്മൾ 500 കൂട്ടിയാൽ തന്നെ എന്തായാലും 805. അതെ, അടുത്ത് അതേഴ്സ് 950. ഇതാരൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് റിബൽസ് ആണ്. എന്തായാലും SNDP സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ SNDP കൊടുക്കാൻ പറ്റില്ല. ഒരാളെ നിർത്തിയിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ LDF 1065, UDF 897, BJP 27, മറ്റുള്ളവർ 52. ജില്ലാ പഞ്ചായത്ത് ബ്ലോക്കുമാണ് ഒരുപക്ഷെ ഒരു പൊളിറ്റിക്കലായിട്ട് വേണമെങ്കിൽ ചില നിഗമനങ്ങളിൽ എത്താൻ നമ്മളെ സഹായിക്കുന്ന സ്ഥലം. അതിൽ 172 ജില്ലാ പഞ്ചായത്ത് വാർഡുകളിൽ LDFും 152 UDFും, BJP 3. BJPക്ക് ഉണ്ടായിരുന്നില്ല. BJP 3 ജില്ലാ പഞ്ചായത്തിൽ. ഇത് അസംബ്ലി ആയിട്ട് ഇവിടെ തട്ടിച്ചു നോക്കാം. ജില്ലയല്ല, ബ്ലോക്ക് ഇല്ല, ജില്ല 3. ബ്ലോക്കിൽ 27. മുനിസിപ്പാലിറ്റി LDF 1264, UDF 1316. ഇത് വരാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ മലപ്പുറത്തെ മുനിസിപ്പാലിറ്റികളിലൊക്കെ മൃഗീയമായിട്ടുള്ള ആധിപത്യം മുസ്ലിം ലീഗിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വാർഡുകൾ ഇങ്ങനെ കയറി കിടക്കുന്നത്. BJPക്ക് 236 മുനിസിപ്പൽ ഡിവിഷൻസ് BJPക്ക് ലീഡ് ചെയ്യുന്നു. കോർപ്പറേഷൻസ് 196 കോർപ്പറേഷൻ ഡിവിഷനുകളിൽ LDF, UDF 143, BJP 53. 53-ൽ നല്ലൊരു ശതമാനം കിട്ടിയിരിക്കുന്നത് 51. അത് നല്ലൊരു ശതമാനം കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നാണ്. ഇതാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ പൊതുനില. എല്ലാ തലങ്ങളിലും ഒരുപക്ഷെ LDF ലീഡ് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമാണ് അനാവരണം ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയാനുണ്ട്. BJP ഗ്രാമപഞ്ചായത്തിൽ 384 വാർഡിലായിരുന്നു ജയിച്ചിരുന്നത്. ടോട്ടലാണ് 475. അപ്പോൾ അത് 1000-ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. BJPയുടെ 1000-ന് BJP കടന്നിരിക്കുന്നു എന്ന് വേണം പറയാം. അതായത് എല്ലാ സ്ഥാനങ്ങളും കണക്കൂട്ടുമ്പോൾ 480, 500 ആയിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. അത് 1000. നമ്മൾ ഇന്നലെ കണ്ട ഒരു കണക്കാണ്. 2000 BJP ടാർഗറ്റ് ചെയ്യുന്നത്. 1500 ഞങ്ങൾ പറഞ്ഞത്. 1500. പക്ഷേ അത് SNDPയുടെ കൂടെ കൂടുമ്പോൾ അല്ല, ജോർജ് കുര്യൻ 19,000 സ്ഥാനങ്ങളിൽ മത്സരിച്ച ഒരു സംഭവമാണ് ഇക്കുറി. പണ്ട് നിങ്ങൾ 6000 സ്ഥാനങ്ങളിലായിരുന്നു മത്സരിച്ചു. 19,000 സ്ഥാനത്ത് മത്സരിച്ചു. രാമപിള്ള സാറ് പറഞ്ഞ പോലെ മോഡി തരംഗത്തിൻ്റെ ഒരു ആനുകൂല്യം, കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ ഒരു ആനുകൂല്യം, ഈ രണ്ട് ആനുകൂല്യം ഉണ്ടാകുമ്പോൾ ഇത്രയും സീറ്റുകൾ മത്സരിക്കുമ്പോൾ ഒരു 2000 എന്നുള്ളൊരു ടാർഗറ്റായിട്ട് വെക്കാൻ പറ്റുമോ? അല്ല, അത് അസംബ്ലി ഇലക്ഷന് അത് മെച്ചപ്പെടുത്താമെന്നുള്ള ശുഭപ്രതീക്ഷയാണ്.